ദുരൂഹതയാണ്. അതൊന്നുമില്ല. ഡാർക്ക് വെബിൽ തന്നെ ഇപ്പൊ നമ്മള് ഡ്രഗ്സിന്റെ വിൽപ്പന എനിക്കറിയാവുന്ന അതൊക്കെയാണ്. ബാക്കി തോന്നുന്ന ശരിക്കും ഡാർക്ക് വെബുമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഇതിനകത്ത് എവിടെയും സസ്പെൻസ് എടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ മണിയറയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. കഴിയുമ്പോ ഫെബ്രുവരിയിലെ ജൂണിലെ കുഞ്ഞി മാറി. ചിലർക്ക് ഡാർക്ക് ഉണ്ടാകും മനസ്സിലാവുമോ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ കുറച്ച് ഓവർ ടെക്നിക്കൽ ഫിലിമാണോ, അങ്ങനത്തെ ഒരു ഫിലിം അല്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നു, നമ്മുടെ പ്രൈവസി ഇതാവുന്നു, നമ്മൾക്ക് ഇൻസ്റ്റഗ്രാം ഹാക്ഡ് ആവുന്നു. ആ ഒരു പ്രോസസ്സ് പഠിക്കണം, അത് റീച്ച് ആകണം, അതിന് കണക്ഷൻസ് ഉണ്ടാകണം. അതൊരു വലിയൊരു ടെക്കി ഒരു ഹാക്കറിന് അങ്ങനെ ഒരാൾക്ക് അത് ശരിക്കും അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡോൺ മാക്സ് എന്ന് പറഞ്ഞ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നത്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം അറ്റ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ഷാജു ചേട്ടൻ, ഡോൺ ചേട്ടൻ ആൻഡ് നയന. 3 പേർക്കും നമസ്കാരം. അപ്പോ അറ്റ് ഒരു ഡാർക്ക് വെബ്, മലയാളത്തിലെ ആദ്യത്തെ ഒരു ഡാർക്ക് വെബ് സബ്ജക്റ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. അറ്റ് എന്താണ്, എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്? ഡാർക്ക് വെബിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു ഫിലിമാണ് അറ്റ്. അത് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് അല്ല നമ്മുടെ ഓഡിയൻസ്. അപ്പോൾ അതുകൊണ്ട് അത് ബേസ് ചെയ്താണ് ഈ കഥ പോകുന്നത്. ഒരു ടെക്നോ ത്രില്ലർ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പം കറണ്ട് ഇതിൽ ഫേസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ത്രെട്ടുകളും അല്ലെങ്കിൽ ഈ ഒരു സൈബർ അറ്റാക്കുകൾ അതെല്ലാം ഇതിനകത്ത് കണക്റ്റഡ് ആണ്. എന്നാലും നമ്മൾ ആ ഒരു സെഗ്മെന്റിലുള്ള ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ടാവും. പക്ഷെ അതിലും പുതിയതായിട്ട് അതിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ട്രൈ ചെയ്തിരിക്കുന്നതിനകത്ത്. അതാണ് എൻ്റെ ഒരു ബേസിക് ഇത്. ഞാൻ അങ്ങനെ നമ്മുടെ ഓഡിയൻസിന് അത്ര സുപരിചിതമല്ലാത്ത ഒരു സെഗ്മെന്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഷാജുചേട്ടന്റെ ഇപ്പം ഇത്ര വർഷത്തെ ഒരു പെർഫോമൻസിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയാ, ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് ഫീൽ ചെയ്തു. എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നതും ചേട്ടന് ഈ ഒരു മൂവി ഭയങ്കര ഒരു എന്താ പറയാ ആത്മസംതൃപ്തി നൽകിയിട്ടുണ്ടെന്ന് ചേട്ടന് ഇപ്പോഴത്തെ ഒരു മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പൊ ആക്ച്വലി ആത്മസംതൃപ്തി ഉണ്ടാവുന്നത് ഒരു സിനിമ ഒരു വെള്ളിയാഴ്ച റിലീസിന് ശേഷമാണ്. ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതല്ല, ഒരു ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ചെയ്യാനോ നമുക്ക് സൗഹൃദങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഡോണിനെ പോലെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പുതിയ പരീക്ഷണം പോലെ എക്സ്പീരിയൻസ് മാത്രം ഇതുകൊണ്ട് ഒരു സ്റ്റാർഡം നോക്കാതെ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ ഒക്കെ ആവാം. പക്ഷെ നമുക്കൊരു സിനിമ റിലീസ് ചെയ്ത് ആ വെള്ളിയാഴ്ച അഭിപ്രായം വന്ന് ആളുകളത് സ്വീകരിക്കുന്നത് വരെ നമുക്ക് ആത്മസംതൃപ്തി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ടെൻഷൻ ആ ദിവസത്തിലേക്കുള്ളതാണ് ആക്ച്വലി. പക്ഷെ ഞങ്ങൾ എല്ലാം കൊണ്ടും സിനിമ റെഡിയാണ്, എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും. അദ്ദേഹം ഒരുപാട് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് അതിനെ ഒരു ഏറ്റവും നന്നായി പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന ഈ ഒരു ബേസിൽ, ഈ ഒരു സബ്ജക്റ്റിൻ്റെ ബേസിൽ കൊടുക്കാവുന്ന രീതിയിൽ ആ സിനിമ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സിനിമ ക്യാരക്ടർ മാത്രം നന്നായാൽ പോരാ, അതിൻ്റെ എല്ലാ വശങ്ങളും നന്നാവണം. അത് ക്യാമറ ആയാലും, രവിചന്ദ്രൻ ക്യാമറ ചെയ്തിരിക്കുന്നു, മേക്കപ്പ് രജിത്ത് അമ്പാടി ചെയ്തിരിക്കുന്നു, കനൽക്കണ്ണൻ മാസ്റ്റർ ഫൈറ്റ് ചെയ്തിരിക്കുന്നു, പിന്നെ അതിൻ്റെ സൗണ്ട് ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനം സൗണ്ടും അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും ആയിരിക്കും. അപ്പം അത് എല്ലാം ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് ഭംഗിയായി പൂർത്തിയാക്കി തന്നത് പൂർണ്ണമായിട്ടും ഒരു ഡോണിൻ്റെ ഭാഗത്തു നിന്നാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. വിശ്വാസവും ഇനിയൊരു പക്ഷേ നമുക്ക് പ്രതീക്ഷയൊക്കെ അത് തന്നെയാണ്. നയനയിലേക്ക് വരുമ്പോ നയനയുടെ ക്യാരക്ടർ എന്താണ് ആക്ച്വലി മൂവിയില്? കുറച്ച് അത് പറയാൻ പറ്റില്ല, ക്യാരക്ടർ പോലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് വേണ്ടി പറയുന്നത് മൂവിയെ പറ്റിയിട്ട്? നയനയുടെ അടുത്ത് എന്തൊക്കെ ചോദിക്കാം? ഇതാ ഇപ്പൊ മൂവി പ്രൊമോഷന് പോയാലുള്ള പ്രശ്നമില്ല, പ്രത്യേകിച്ച് ത്രില്ലർ ആണെങ്കിൽ ആകെ പോക്കാം, നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. നിങ്ങളാരും ഒന്നും പറയത്തില്ല എന്ന് തയ്യാറെടുത്ത് വന്നിങ്ങനെ ഇരിക്കും. എന്താണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡാർക്ക് വെബാണ്. എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്
സോഷ്യൽ മീഡിയ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അത്രേ ഉള്ളൂ. ഇത്രയും പറയുള്ളൂ, 2 വാക്കിൽ ഉത്തരം. 2 വാക്കിൽ ഉത്തരം. അല്ല, സാധാരണഗതിയിൽ സസ്പെൻസ് പറയുമ്പോൾ, നമ്മളൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ സസ്പെൻസ് പറയരുത് എന്ന് പറയും, ശരിയാണ്. നമ്മളൊരു ഇന്റർവ്യൂ നടക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിനകത്ത് എവിടെയും സസ്പെൻസ് എടുത്ത് പറയാൻ പറ്റുന്നില്ല. ഇതിന്റെ കഥ നമ്മൾ കേൾക്കുന്നത് പോലും ഈ പറയുന്ന രീതിയിൽ എന്താണ് അത് എടുക്കാൻ പോകുന്നതെന്ന്, എന്താ കാര്യങ്ങൾ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറയുന്ന രീതിക്ക് എടുക്കുന്നു. ഒരു ഫൈനൽ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഇതാണോ ആ സിനിമ എന്ന്. കാരണം പല ഭാഗങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ അത് ഒരു സസ്പെൻസ് ആയിരുന്നു ആക്ച്വലി. കംപ്ലീറ്റ് സ്റ്റോറി ചേട്ടന് അറിയില്ലായിരുന്നു? അറിയാം. സ്റ്റോറി ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്, ഡാർക്ക് വെബ്സൈറ്റുകള് അതിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണെന്ന് ഒറ്റ വാക്കി പറഞ്ഞൊരു കാര്യം അതാണ്. അതിന്റെ കുറെ വശങ്ങളെല്ലാം ഇതിനകത്ത് വിഷ്വല് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പരിചയമില്ലാത്ത ഏരിയയാണ്. അതാണ് രണ്ടാമത് പറഞ്ഞ ആ വാക്ക്, പരിചയം. സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ഞാനും പരിചയമില്ലാത്ത ആളുകളുടെ കൂടെയുള്ള ഒരാളാണ്. ആസ് ആൻ ആക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ ഇതാണ് ഈ ലോകമെന്നും ഇനി വരാൻ പോകുന്ന ഒരു പക്ഷേ ഇതിന്റെ പുറകിലായിരിക്കും എന്നുള്ള ഇത് കാണാൻ ക്യൂരിയോസിറ്റി ഉള്ള യൂത്ത് ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിൽ അല്ലേ. ഡോൺ ചേട്ടാ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു സബ്ജക്റ്റിലേക്ക് എത്തിപ്പെട്ടത്? അതായത് അഭിനയിച്ചവർക്ക് പോലും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിക്കുള്ളൊരു ക്യാരക്ടറൈസേഷൻ ഒക്കെയാണ്. അപ്പം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സബ്ജക്ട് ഈ പറഞ്ഞ പോലത്തെ ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇതിന്റെ കോവിഡ് ടൈമിലാണ് നമ്മൾ ഇതിന്റെ ഒരു തോട്ട് ആദ്യം വരുന്നതും ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ 2ാമത്തെ ഫിലിമാണിത്. അപ്പോൾ ആ ഫിലിം ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇൻക്ലൂഡിങ് വില്ലന്മാരും ഹീറോസും ബാക്കിയുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സും എല്ലാം അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഇതും മാറി. ഇപ്പം നമ്മൾ കണ്ട ഒരു സിനിമ ഇതല്ലല്ലോ ഇപ്പം. ഓഡിയൻസ് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ് സിനിമയുടെ കാര്യത്തിൽ. അവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. കുറച്ച് പണ്ടത്തെ ഒരു 3-4 years ബാക്കുള്ള ഒരു സ്ക്രീൻ പ്ലേ അല്പം പെട്ടെന്ന് പ്രെഡിക്റ്റബിൾ ആയിരിക്കും ഇപ്പോഴത്തെ ഓഡിയൻസ്. സിനിമ മാറി, ഓഡിയൻസ് മാറി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം അല്ലെ, അങ്ങനെ ആലോചിച്ചാണ് ഈ ഒരു കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റിലേക്ക് എത്തുന്നത്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ പറയാൻ പറ്റും എന്നുള്ള ആലോചിച്ചു. അങ്ങനെയാണ് ഇതിൽ ഓരോരുത്തരെയും ചൂസ് ചെയ്യുന്നത്. ഇതിലൊരു 35 പേരോളം പുതിയ ആൾക്കാർ ആക്ട് ചെയ്തിട്ടുണ്ട്. നയന ഉൾപ്പെടെ ശരൺജിത്ത്, ആകാശ് എന്ന് പറഞ്ഞൊരു ഹീറോയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഞാൻ പറയുന്ന ആക്ടേഴ്സ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ഈ ആക്ട്. അപ്പം ഇതിനകത്ത് ഫാമിലി ഉണ്ട്, ഇമോഷനുണ്ട്, ത്രില്ലുണ്ട്, ആക്ഷനുണ്ട്. എല്ലാം കൂടെ മിക്സ്ഡ് ആണ് ആക്ച്വലി ഫിലിം. ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഇത് ക്ലീൻ പക്ക കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ആക്ഷൻ ത്രില്ലർ ഇതാണ്. ഇതിനകത്തൊരു കോംപ്ലക്സ് പരിപാടികളോ നമുക്ക് ചിലർക്ക് ഡാർക്ക് വെബ് കണ്ടാൽ മനസ്സിലാവുമോ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ കുറച്ച് ഓവർ ടെക്നിക്കൽ ഫിലിമാണോ, അങ്ങനത്തെ ഒരു ഫിലിം അല്ല ഇത്. ഒരു ഇതിനെ ആദ്യം പറഞ്ഞ ഡാർക്ക് വെബ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഷാജേട്ടൻ ഈ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്കും ഇപ്പം ഷാജേട്ടൻ നമ്മൾ പല ഇതിൽ കണ്ടിട്ടുണ്ട്, കോമഡി ചെയ്യുന്നതും അതിനുശേഷം പിന്നെ സീൻ മാറ്റി നമ്മുടെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നപ്പോഴത്തേക്കാണെങ്കിലും എല്ലാം ഷാജേട്ടൻ അതിനകത്ത് തിളങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ ഷാജേട്ടനിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ആദ്യം വന്നൊരു തോട്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിലേക്കൊരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഇതിനുള്ളൊരു സ്പേസ് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു സ്പേസ് ഒരുപാട് താരങ്ങളുള്ള, ഒരിക്കലും താരങ്ങൾക്ക് ക്ഷാമമില്ലാത്തൊരു സ്ഥലം ഒരുപക്ഷെ മലയാളം ഇൻഡസ്ട്രി ആയിരിക്കും. മലയാളത്തിലായിരിക്കും ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ്. ഇത്രയും കാലം നമുക്ക് അവസരങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആ സിനിമ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ കാലത്തും നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ പുതിയ ജനറേഷൻ്റെ കൂടെയും സിനിമയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് സബ്ജക്റ്റിൽ ഡോൺ മാക്സിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ
ഓടുമ്പോൾ നമ്മളും കൂടെ ഓടിത്തുടങ്ങും. അല്ല, ഈ ക്യാരക്ടർ ഇത്തരത്തിലൊരു സബ്ജക്റ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറെ കൂടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എന്താ പറയാ, കുറച്ച് റിസർച്ചോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വേണ്ടി വന്നോ, അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ പറയുന്ന പോലെ തന്നെ ചെയ്താൽ അല്ല, ഡോൺ പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അതിനകത്ത് ഞാൻ റിസർച്ച് ചെയ്താൽ, ഞാൻ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപക്ഷെ സംസാരിച്ച് നമ്മൾ ഈ പറയുന്ന രീതിയിൽ എൻ്റെ അറിവുകളല്ല, ഡോണിൻ്റെ അറിവുകളാണ് ക്യാമറയിലേക്ക് പകർത്തുന്നത്. അപ്പോൾ ആസ് ആൻ ആക്ടർ ഞാൻ കൊടുക്കേണ്ടത് ഓൺലി അതിന് വേണ്ട എക്സ്പ്രഷൻസോ അതിന് വേണ്ട പ്രസൻറ്റേഷൻ എന്താണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ വിഷയങ്ങൾ, ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളിയുടെ മനസ്സിലാണ് ഉള്ളത്. അപ്പോൾ ഡയറക്ടറെ ഡിപ്പെൻഡ്, ഏത് കഥയിലാണെങ്കിലും ഡയറക്ടർ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് അതല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. ഡയറക്ടർ എല്ലാം പഠിച്ച് വരുന്ന ഒരാളായിരിക്കും. ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. ഓക്കെ, ഇപ്പം നയനയിലേക്ക് വരികയാണ്. നയനയുടെ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ക്യാരക്ടർ ജൂണിലെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ ആണ് എല്ലാവരുടെ ഉള്ളിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ. ഇപ്പോഴും അങ്ങനെ ജൂണിലെ കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ച് മൂവീസ് ചെയ്തു, അപ്പം അതിനുശേഷവും ജൂണിലെ കുട്ടി എന്ന് പറഞ്ഞ് തന്നെ അറിയപ്പെടുമ്പോ എന്താണ്? ഒരുപാട് സന്തോഷം. ഫസ്റ്റ് അതാണല്ലോ. അപ്പൊ കുഞ്ഞിന്ന് പറയുമ്പോ തന്നെ എല്ലാരും ഇത് കുഞ്ഞല്ലേ എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം. പിന്നെ മറ്റേ 14 Days of Love എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് ഫിലിം, അതും എല്ലാരും പറയാറുള്ള ഒരു കാര്യമാണ്. ഇനി ആക്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാരും പ്രീതി എന്ന് പറയും. പ്രീതി എന്നാണല്ലേ ക്യാരക്ടറിന്റെ പേര്? അതെ അതെ. കഴിയുമ്പോ ഫെബ്രുവരിയിലെ പ്രീതി എന്നാവും, ജൂണിലെ കുഞ്ഞി മാറി. അത് ശരിയാ. അതെ. ഓക്കെ, അപ്പം ചേട്ടൻ എങ്ങനെയാ നയനയിലേക്ക് എത്തുന്നത്? ഈ ഒരു ക്യാരക്ടറിനെ നയനെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ? നയന ഞാൻ കുറുപ്പ് മൂവി കണ്ടിരുന്നു ആ ടൈമിൽ. ജൂൺ ഓഫ് കോഴ്സ് കണ്ടു. കുറിപ്പ് അതിനുശേഷം ഞങ്ങളിങ്ങനെ ഒരു ക്യാരക്ടറിനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു, അങ്ങനെയാണ് ഈ അതിനുശേഷം നയനയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു യൂട്യൂബിൽ. ആ ഇന്റർവ്യൂവിൽ ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അത് വർക്കായി. അങ്ങനെയാണ് നയനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊക്കെ, ഇപ്പൊ ഞാൻ ആക്ച്വലി പണ്ട് ഡോൺ മാക്സ് എന്ന് കേൾക്കുന്നത്, ഇപ്പം എന്റെ മൂവി ബഫ്സ് ആയിട്ടുള്ള ബ്രദേഴ്സ് ചേട്ടന്മാരൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ മൾട്ടിമീഡിയ കഴിഞ്ഞ ആളാ. അപ്പൊ ഞങ്ങളുടെ അവിടെ പഠിച്ച ചേട്ടന്മാരൊക്കെ തന്നെ എടാ ഇത് എഡിറ്റ് ഡോൺ മാക്സ് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കാണ് ഇത് എന്താണ് നമുക്ക് ഈ ട്രെയിലർ ലോഞ്ചിൽ ബി ഉണ്ണികൃഷ്ണൻ സാർ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഡോൺ മാക്സ് എന്ന് പറഞ്ഞ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നയന ഡോൺ ചേട്ടനെ പറ്റി കേട്ടിട്ടുള്ളത്? ഡോൺ സാർ എന്ന് പറയുന്ന ഒരു ലെജൻഡാണ്. മലയാളത്തില് സ്പോട്ട് എഡിറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എനിക്ക് ഫസ്റ്റ് വേഫെയർ എന്നാണ് എന്നെ വിളിച്ചു പറയണേ, ഡോൺ മാക്സ് സർ എഡിറ്റർ വിളിക്കും. ഐ വാസ് ലൈക്ക് വാവ്, സാറിന്റെ മൂവിയിൽ ഒരു പാർട്ട് ആവാൻ പറ്റും. അപ്പൊ ഐ വാസ് റിയലി എക്സൈറ്റഡ്. സാർ വിളിക്കുമ്പോ തന്നെ ഞാൻ വാവ് വിളിക്കും. അപ്പൊ ഒബ്വിയസ്ലി മൂവിയുടെ കാര്യം പറയാം. അപ്പൊ സാർ വിളിച്ചപ്പോ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ പിന്നെ സാറിന്റെ ഒരു പടത്തിൽ പാർട്ട് ആവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും അത് വലിയൊരു കാര്യമാണ് ആസ് എൻ ആക്ടർ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വെച്ച് തന്നെ മലയാള സിനിമയിലെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഒരു ഘടകമാണ് ഡോൺ മാക്സ് എന്ന് പറയുന്ന ഒരു പേരും ആ ഒരു ആളും. ചേട്ടൻ ആ ഒരു ഇതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ലൈക്ക് വർഷങ്ങളായിട്ടുള്ള കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് കിട്ടിയിരിക്കുന്ന പേര് തന്നെയാണ്. ബട്ട് എന്താണ് ഇപ്പോഴത്തെ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജില് തിരിഞ്ഞു നോക്കുമ്പോ? ഒരു 23 years ആക്ച്വലി ഫിലിം ഫീൽഡിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതും വലിയ ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ വർക്കുകളൊക്കെ അംഗീകരിക്കാൻ ഒരു, നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്ര ഇതല്ലല്ലോ, അത്ര സജീവമല്ല. നമ്മുടെ വർക്കുകളൊക്കെ അന്ന് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ളതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അതിന് സ്കോപ്പ് കൂടുതലാണ്. പിന്നെ ഒരുപാട് പേര് ഈ പറഞ്ഞ ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് എല്ലാം വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ തമിഴിൽ വർക്ക് ചെയ്യാൻ പറ്റി, ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ചേട്ടൻ തന്നെ നോക്കുമ്പോ എന്തായിരിക്കും ചേട്ടനെ യുണീക്ക് ആക്കിയ ഒരു കാര്യമായിട്ട് തോന്നുന്നത്? സ്വന്തമായിട്ട് നമുക്കൊരു ഇത് കാണുമല്ലോ, നമുക്കത് ഇപ്പൊ ചേട്ടന്റെ ഇപ്പം ഞാനും എഡിറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ചേട്ടന്റെ എഡിറ്റിംഗ് ടെക്നിക്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഇൻവിസിബിൾ കട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ
കട്ട്സ് തിരിച്ചറിയേണ്ട സ്ഥലത്ത് കട്ട്സ് തിരിച്ചറിയിപ്പിച്ചിട്ടുള്ള എഡിറ്റ്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഛോട്ടാ മുംബൈ പോലൊരു പടം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം കട്ട്സ് അറിയേണ്ടടുത്ത് കട്ട്സ് അറിയും, ഇല്ലാത്തടത്ത് ഇൻവിസിബിൾ കട്ട്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ടെക്നീക്സ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഡിറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഇപ്പം ഡയറക്ടേഴ്സ് വിഷൻ തന്നെ ഫോളോ ചെയ്തതാണോ അല്ലെങ്കിൽ ചേട്ടൻ്റെതായിട്ടുള്ള ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു അതില്? കൂടുതലും ചില എൻ്റെ ഒരു ഇപ്പം ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഫ്രീഡം തരുന്ന ഡയറക്ടേഴ്സാണ് കൂടുതലും. അതൊരു വലിയ പ്ലസ്സാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സാധനത്തിൽ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സോങ് പർട്ടിക്കുലർ സോങ്ങിൽ ഫിക്സ്ഡായി അത് അവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യാം, അല്ല നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡൻസോട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചിലപ്പം വർക്കാവില്ല. നമുക്കത് നമ്മുടെ ഒരു ഇത് ചിലപ്പോൾ അത് നന്നാകാം, ചിലപ്പോൾ മോശമാകാം. അപ്പം അത് ആ ഒരു ഫ്രീഡം കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കും, എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കും. അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതിൽ മാക്സിമം ട്രൈ ചെയ്യും. ഞാനിപ്പം എന്താ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു യൂഷ്വൽ പരിപാടി ചിലപ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുമല്ലോ നമ്മൾ ആസ് എ ഓഡിയൻ കാണുമ്പോൾ. ഓക്കെ. അപ്പം ഷാജറിന്റെ അടുത്ത് ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇപ്പം ഒരു കോമഡി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നത്. ചിലപ്പം ആ ഒരു രീതി ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞു ചാൻസുകൾ വളരെ നമുക്ക് നല്ല ചാൻസുകളൊന്നും അടുത്തോട്ട് വരാത്തതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന്. പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ പ്രൂവ് ചെയ്ത ഒരാളുമാണ്. എനിക്ക് തോന്നുന്നു ചേട്ടന് നല്ല പെർഫോമൻസ് ഒക്കെ ഇപ്പൊ ചേട്ടൻ്റെ ഒരു റീ എൻട്രി പോലെ വന്നതിന് ശേഷമാണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലെ? ചേട്ടൻ ആ ഒരു ബ്രേക്ക് എടുക്കാനുള്ള റീസണും ഇതുപോലെ നല്ല ചാൻസ് വരുന്നില്ല, നല്ലത് വരുമ്പോ ചെയ്യാം എന്നുള്ളൊരു രീതിക്ക് തന്നെ അങ്ങനെയായിരുന്നു. അത് ആക്ച്വലി ഒരു സമയം വരെ നമ്മളൊരു 25-30 സിനിമകൾ കഴിഞ്ഞിട്ട് ക്യാരക്ടർ റോളുകളൊന്നുമില്ല. ആക്ച്വലി ഹീറോ ആണ്, എന്നാൽ 4 പേര് 5 പേര് ഞങ്ങൾ ഗ്രൂപ്പ് സിനിമകളായിരിക്കും. അതിനകത്തൊരു നായിക ഉണ്ടാവും, ഞങ്ങൾ പാട്ടുണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും. ഹീറോ ആണ്, പക്ഷെ നമുക്കൊരു ക്യാരക്ടർ ഇല്ല. ആക്ച്വലി നമ്മൾ പോകുന്ന ഒന്നുകിലും ഓട്ടോക്കാർ 4 പേര്, അല്ലെങ്കിൽ ഞങ്ങൾ 4 ചെറുപ്പക്കാർ, അങ്ങനെയുള്ള സിനിമകളായിരുന്നു. അതിൽ നിന്നും കുറച്ച് ബെറ്ററായിട്ട് വന്നിട്ടുള്ള പുലിവാൽക്കല്യാണം പോലുള്ള സിനിമകളായിരുന്നു. അല്ലാതെയുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു ബലക്കുറവ് നമുക്ക് ഫീൽ ചെയ്തപ്പോൾ നമ്മളങ്ങനെ അന്ന് ഏറ്റവും നന്നായി പോയത് സീരിയൽസ് ആയിരുന്നു. കുറച്ച് കാലം ഞാൻ അതിനകത്തേക്ക് പോയി. പിന്നെ ആക്ച്വലി സീരിയൽസിന് ലൈഫ് അത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറക്കും, പിന്നെ അടുത്ത അങ്ങനെ പോകും. അപ്പോൾ അത് മാക്സിമം ചെയ്യാവുന്ന അതൊരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ചെയ്തു. എനിക്കൊരു 4-5 വർഷം കൊണ്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം സിനിമ വീണ്ടും തുടങ്ങുന്നു. അപ്പോൾ സിനിമ തുടങ്ങുന്ന സമയത്ത് വന്ന കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന വേഷമാണ് അയ്യപ്പനും കോശി. അതും 5-ാം പാതിര ഒരു അവിടെ നിന്ന് അങ്ങോട്ടാണ് സിനിമയിലെ ക്യാരക്ടർ റോളുകളിലേക്ക്. ഇപ്പോൾ ഒരു കുറച്ച് ഒരു 4 സീൻ 3 സീൻ അങ്ങനെയാണെങ്കിലും ക്യാരക്ടർ റോളുകൾ സെലക്ട് ചെയ്ത് വരും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം വെറുതെ നിൽക്കുന്നതിലും നല്ലത്, ഒരു ഹീറോ ആയിട്ട് ത്രൂ ഔട്ട് നിൽക്കുന്നതിലും നല്ലത് ഉള്ള സീക്വൻസ് പെർഫോമൻസ് ഒരു സീനിലാണ് 2 സീനിലാണ്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, രേഖാചിത്രം പോലുള്ള സിനിമകളൊക്കെ അങ്ങനെ വന്നിട്ടുള്ള സിനിമകൾ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ബേബി ഗേൾ ആണെങ്കിലും വലതുവശത്തേക്കാളായാലും ഇറങ്ങാൻ പോകുന്ന ആശകളായാലും എല്ലാറ്റിലും ഉണ്ട് ഞാൻ. പക്ഷെ ആ വരുന്ന സീനിൽ നമ്മൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ ചെയ്തുകൊണ്ട് പോകാറുണ്ട്. അതിനകത്ത് ഞാൻ അടുത്ത കാലത്ത് ചെയ്തതിൽ ഗുമസ്തൻ എന്നുള്ള സിനിമയിലാണ് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറായി ചെയ്തത്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അറ്റല് എന്നെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ സിനിമ കൂടെ നന്നായാൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഹീറോ ആയിക്കോട്ടെ അല്ലാതെ അഭിനയിച്ചിട്ട് അവരെല്ലാവരും ഒരുമിച്ച് മൂവ് ചെയ്യും. പിന്നെ മാത്രമല്ല ഇത്രയും വർക്ക് ചെയ്ത ഇത്രയും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും, അല്ലെങ്കിൽ മ്യൂസിക്കിലായിക്കോട്ടെ, ഡബിങ്ങിൽ, മറ്റുള്ള വിഷയങ്ങളായിക്കോട്ടെ, എഡിറ്റിങ്ങിലായിക്കോട്ടെ, റൈറ്ററായിക്കോട്ടെ, ഡയറക്ഷൻ എല്ലാം ഡോൺ മാക്സിൻ്റെ കാര്യമാണ്. പൂർണ്ണമായിട്ട് ഒരാളിരുന്ന് അതിനുവേണ്ടി ജോലി ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. പിന്നെ ആളുകളിലേക്ക് എത്തിക്കുക, കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. അതിലേക്ക് എത്തിയാൽ ഞങ്ങൾ സക്സസ് ആയി, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സക്സസ് കാണുക എന്നുള്ളതിലാണ്. ഞങ്ങൾക്ക് ഉറപ്പാണത് ഒരു സക്സസ്സിലേക്ക് വരും. അത് കണ്ട് യൂത്ത് അത് ആ സിനിമ ഒന്ന് കണ്ടാൽ മാത്രം മതിയാവും, അവർക്ക് ഇഷ്ടപ്പെടും. ചേട്ടനിപ്പം ഇത്ര വർഷമായല്ലോ, ഇതിൽ ഏതൊരു ഫേസിലായിരിക്കും ചേട്ടൻ ഓക്കെ ആയിട്ട് നിന്ന് സിനിമയിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്? അതായത് ഭയങ്കര സമാധാനത്തോടു കൂടി.
ഐ മീൻ ഇപ്പം ചേട്ടൻ നേരത്തെ ഇപ്പം റോളുകൾ വരുന്നില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ അങ്ങനൊന്നും അല്ലാതെ കുറച്ച് സമാധാനത്തോടു കൂടി സിനിമയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഏതൊരു ഫേസിലായിരിക്കും? ഞാൻ എല്ലായ്പ്പോഴും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എല്ലാ തരത്തിലും. ഇപ്പൊ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചാലും സീരിയലിൽ അയച്ചാലും മിമിക്രി വേദിയിലായാലും ഓഡിയോ കാസറ്റിലായാലും ആൽബങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു അത് കാലഘട്ടം ശരിക്കും കേട്ടോ, എനിക്ക് ചേട്ടൻ ഇപ്പൊ ഈ കാസറ്റിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്റെ വാപ്പായ്ക്ക് CD-യുടെ കാസറ്റിന്റെ ഒക്കെ കടയായിരുന്നു. ഇവിടെ അപ്പൊ ഉണ്ടായിരുന്നു. തീരെ കുഞ്ഞിലെ തൊട്ട് ചേട്ടനെയൊക്കെ കാണാറുണ്ട്. എനിക്ക് ഒരു രാവിലെ എണീക്കുന്ന സമയത്ത് ഡിവോഷൻ സോങ് ആണെങ്കിൽ എന്റെ ഫേസ് ആയിരിക്കും പറയുന്നത്. അപ്പൊ ജയറാമേട്ടനെ പോലെ അവരൊക്കെ പറയണ രാവിലെ TV തുറന്ന ഫസ്റ്റ് നീ ആണല്ലോ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ സിനിമയിൽ ഞാനൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട് ആവുന്നത്. പക്ഷെ പുതിയ ജനറേഷൻസ് വരുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, പുതിയ ആളുകൾ വരുമ്പോൾ. അപ്പം നമ്മൾ അവർ നമ്മളെക്കാണ് പറയും, നമ്മളിൽ നിന്നാണ് ചെറുപ്പം മുതൽ കണ്ടാണ് പഠിക്കാനെന്ന് പറയുമെങ്കിലും ആക്ച്വലി അവരിൽ നിന്നും ഒരു പഠനമുണ്ട്. പക്ഷെ നമുക്കുള്ള ഒരു പ്ലസ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണ്. അന്ന് തൊട്ടുള്ള ആ ക്യാമറ, ഈ ഇന്നത്തെ കാലത്ത് ഫിലിമും ഡിജിറ്റലും എല്ലാം കടന്നു വന്ന് ഇവിടെ ഇരിക്കുമ്പോഴും ഇപ്പോഴാണ് നമുക്ക് നല്ല വേഷങ്ങൾ കിട്ടിയത് എന്നുള്ളതാണ്. 3 വർഷം. പക്ഷെ ഞാനതിൽ വളരെ ഹാപ്പിയാണ്. അതാണ് ഏത് സമയത്ത് ഇപ്പോഴാണ് ആക്ച്വലി ഏറ്റവും കംഫർട്ടായിട്ട്. എങ്ങനെയാണ് നമ്മുടെ ഷാജു ചേട്ടനെ ഈ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്തത്? ഡോൺ ചേട്ടൻ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം പുള്ളിയായിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തു. ഈ സബ്ജക്റ്റ് പുള്ളിക്കറിയാം. അപ്പം അങ്ങനെയാണ് ഷാജുചേട്ടൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നതിനോട്. ഷാജുചേട്ടൻ ഇങ്ങനെ, അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വിളിക്കാം, ഷാജുചേട്ടനെ വിളിക്കാം, എനിക്ക് ഓക്കെ ആണെന്ന്. അപ്പോൾ അത് അന്ന് തന്നെ ഞങ്ങൾ വിളിക്കുന്നു, ഷാജുചേട്ടനോട് സംസാരിക്കുന്നു. ഷാജുചേട്ടൻ അന്ന് തൊട്ട് തുടങ്ങിയ ബന്ധമാണ് ഇതുവരെ നമ്മുടെ കൂടെ 100% സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പെർഫോമൻസ് സൈഡാണെങ്കിലും ഒരു പേഴ്സണൽ ബന്ധത്തിലാണെങ്കിലും ഷാജുചേട്ടൻ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് സിനിമയുടെ കാര്യത്തിൽ. അങ്ങനെയാണ് ഷാജുചേട്ടനിലേക്ക് നമ്മൾ എത്തുന്നത്. ഷാജുചേട്ടനെ അപ്പം ആർക്കും ആദ്യം ഒരു അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷാജുചേട്ടനെ ഹ്യൂമർ ചെയ്യുന്ന ആളാണ്. ഒരു ത്രില്ലർ ഫിലിമിനകത്ത് എങ്ങനെ ഷാജുചേട്ടൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്, ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ നമുക്ക് തോന്നുമല്ലോ. കാരണം ഷാജുചേട്ടനെ അതിന് മുമ്പ് അയ്യപ്പനും കോശിയിലൊക്കെ ആണെങ്കിൽ രസമായിട്ടുണ്ടാക്കിയ ആർട്ടിസ്റ്റ്. അതല്ലാതെ ഷാജുചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സീരിയൽ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അത് സീരിയൽ ആക്ട് ചെയ്ത് കൊണ്ടുവന്ന അത്ര ഈസി അല്ല. അവരും നല്ലൊരു പണിയെടുക്കുന്നവരാണ്. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നി. അത് എനിക്ക് 100% അതിന് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും ഷാജുചേട്ടൻ എന്താണ് ചെയ്തിരിക്കുന്നത്. നമ്മളത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഷാജുചേട്ടൻ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാജുചേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങള് ദുരൂഹതയാണ്. അതൊന്നുമില്ല, ഞങ്ങള് കോമ്പിനേഷൻ ഇല്ല. ആക്ച്വലി ഞാൻ വേറെ റൂട്ടാ, 2 റൂട്ടിൽ ഓടുന്ന ബസ്സാ. കണ്ടുമുട്ടുന്നതേ ഇല്ല. പക്ഷെ എങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത്, വീഡിയോ കോള് സംസാരിക്കുന്നത് ചെറുതായിട്ടൊന്ന് കണ്ടുമുട്ടുന്നുണ്ട് വെർച്വലി. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു നയനയ്ക്ക് മറ്റേ മൊത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടിന്റെ സെറ്റും കാര്യങ്ങളും ഇപ്പൊ ഷാജുചേട്ടനായിട്ട് അല്ലാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായിരുന്നു. അതായത് നമ്മുടെ ഷൂട്ട് മൊത്തം നടക്കുന്ന ഒരു ഗോഡൌണിനകത്താണ്. അപ്പോൾ നമ്മള് ഫുൾ പടത്തിന്റെ ലൈറ്റപ്സ് ആണെങ്കിലും പരിപാടിയെല്ലാം ആർട്ട് ഗംഭീരാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഇവിടെ തന്നെ ഞാനതാ പറയാൻ വന്നത്. ഞാൻ പെട്ടെന്ന് അതാ പറയാൻ വന്നേ. ഇവിടെ വന്നപ്പോ ഉള്ളൊരു വൈബ് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അത് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ആംബിയൻസ്, ആ സീനിൽ എന്താണ് വേണ്ടതെന്നുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാറ് കൃത്യമായിട്ട് അറിയാം സാറിന് എന്താണ് വേണ്ടതെന്നുള്ളത്. സാറ് പറഞ്ഞു തരും, നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നത് പോലെ സാറ് പറഞ്ഞു തരും. രസമായിരുന്നു. ഇപ്പം മറ്റ് സെറ്റുകളിൽ നിന്നുള്ള പ്രത്യേകത ഇവിടെ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റി? നമുക്കിപ്പോ എല്ലാ സെറ്റിലും അല്ലെങ്കിൽ നമുക്കിപ്പോ എവിടെ പോയാലും ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് എന്ത് എടുക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഇതേപോലത്തെ ഒരു സെറ്റ് ആവുമ്പോഴത്തേക്ക് എന്തൊക്കെ പഠിക്കാൻ ശ്രമിച്ചു? അറ്റെന്ന് പറയുന്നത് ഡാർക്ക് വെബ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടെ നമുക്ക് നോളജ് കിട്ടി, കുറച്ചും കൂടെ അവെയർ ആയി. ഇപ്പോൾ ഇതിപ്പോ 3 years ആയി. അപ്പോൾ ആ സമയത്ത്
ഇത് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഭയങ്കര അവെയർ ആണ് കാര്യങ്ങളെ പറ്റി. അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് അത്ര അവെയർ അല്ല. അങ്ങനെ ഡാർക്ക് വെബിനെ കുറിച്ച് കുറെ പഠിക്കാൻ പറ്റി. പിന്നെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. സാർ എഡിറ്ററാണ്, ഡയറക്ടറാണ്, റൈറ്ററാണ്. അപ്പൊ അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്. ആക്ടിങ് അല്ലാതെ വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ? ഇപ്പം ഡിറക്ഷൻ, എഡിറ്റിംഗ്? ഞാൻ മണിയറയില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അയ്യോ ആണോ? എനിക്ക് സോറി കേട്ടോ. ആണല്ലേ? അപ്പം ഡിറക്ഷൻ പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. ഫ്യൂച്ചറില് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി ഒരുപാട് പടങ്ങൾ അസിസ്റ്റ് ചെയ്യണം. അതെ, അങ്ങനെ ഡോണിന് എഡിറ്ററായിട്ട് തന്നെ ഒരു ചെറിയ റോളൊക്കെ തന്നിട്ടല്ലേ? ഇപ്പം ഡോൺ ചേട്ടൻ ഇപ്പം നമുക്കിപ്പം അറ്റ് മൂവി ഡാർക്ക് വെബ് ആണെന്ന് പറയുന്നു. അപ്പം ഡാർക്ക് വെബിൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് ചോദിക്കാനായിട്ട് ഡാർക്ക് വെബിൽ എങ്ങനെയൊക്കെയായിരിക്കും, എന്തൊക്കെയായിരിക്കും കുറെ കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള അഭ്യൂഹങ്ങൾ പോലത്തെ സ്റ്റോറി തന്നെ ആണോ, അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ തന്നെ ഇപ്പൊ നമ്മള് ഡ്രഗ്സിന്റെ വിൽപ്പന അങ്ങനത്തെ കാര്യങ്ങള് കൊറേ അതിനകത്ത് തന്നെ കുറെ വിങ്ങുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാവുന്ന അതൊക്കെയാണ്, ബാക്കി ഡോണിന് അറിയാം. ശരിക്കും ഡാർക്ക് വെബുമായിട്ട് എന്തെങ്കിലും ഇപ്പൊ കുറെ കൂടെ കാര്യങ്ങൾ എവിഡന്റ് ആണ്. അതായത് നമ്മുടെ പ്രൈവസി. ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല. ഞങ്ങള് കാണുന്ന പുതിയ ലോകമാണ്. അന്നൊരു ഏലിയൻ സബ്ജക്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കണക്റ്റഡ് ആണ്. അതെ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നിൽക്കുന്നു, നമ്മുടെ പ്രൈവസി ഇതാവുന്നു, നമ്മൾക്ക് ഇൻസ്റ്റഗ്രാം ഹാക്ഡ് ആവുന്നു, അല്ലെങ്കിൽ ഗേൾസിനും ഗൈസിനും എല്ലാവർക്കും കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ചിന്തിക്കും ഈ സബ്ജക്റ്റ് ഇപ്പൊ എങ്ങനെയാണ് അന്ന് ചിന്തിക്കും. പക്ഷെ നമ്മള് ആക്ച്വലി ഒരു യൂത്തിനുള്ളതാണെന്ന് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നത് മസ്റ്റായിട്ടും എല്ലാ മേഖലയിലും പല ഡ്രഗ്സിന്റെ ആയിക്കോട്ടെ പല കേസുകളിലും പത്രങ്ങളിൽ മുഴുവൻ വരുന്ന ഡാർക്ക് വെബിന്റെ പേരിലാണ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നത്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച പടമായിരുന്നു. എന്ത് പറയണോ എന്ന് ആലോചിക്കാം. നമ്മളൊരു മജോറിറ്റി നമ്മൾ ഇതിനകത്ത് പല വിങ്ങുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഡാർക്ക് വെബില് അതെല്ലാം നമുക്ക് ഒരു സിനിമയിൽ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഓരോന്നും ഓരോ സെഗ്മെന്റ് ആണല്ലോ. ഓരോ സെക്ടർ ക്രൈം ആണെങ്കിൽ തന്നെ അതിന്റെ ഡിഫറെന്റ് ക്രൈമാണ്. അപ്പൊ അതിൽ ഒരു പർട്ടിക്കുലർ പോർഷനാണ് നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇത് വരുന്നെന്നുള്ളത് നമുക്കും കുറച്ച് നമ്മുടെ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഫിക്ഷനാണ് നമ്മൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇതൊരിക്കലും അത്ര വ്യക്തമായിട്ട് ആർക്കും ഒരു ധാരണയില്ല ഇത് എങ്ങനെയാണ് ഡാർക്ക് വെബ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടുന്ന് ആക്സസ് ചെയ്യാം. ഇതൊരു പെർമനന്റ് സൈറ്റ് ഇല്ല. മീൻസ് ഉണ്ട്, അത് സ്ട്രെയിറ്റ് നമുക്ക് ഒരിക്കലും ഓക്കെ നമുക്കിന്ന് ഡാർക്ക് വെബിൽ കയറിയേക്കാം, ആ പരിപാടി നടക്കില്ല. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് പഠിക്കണം, അത് റീച്ച് ആകണം, അതിന് കണക്ഷൻസ് ഉണ്ടാകണം. അതൊരു വലിയൊരു ടെക്കി ഒരു ഹാക്കറിന് അങ്ങനെ ഒരാൾക്ക് അത് ശരിക്കും അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും നല്ല ട്രേഡിങ് ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത്. അപ്പം അതിൽ എടുക്കാൻ പറ്റുന്നതും നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാകുന്ന ഒരു സെഗ്മെന്റാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഓവറോൾ ഒരു ഇതെങ്ങനെയാണ് ഹൗ ഡാർക്ക് വെബ് വർക്ക്സ് എന്നുള്ളത് ഒരു ഓവർവ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. അല്ല, ഈ സബ്ജക്ട് എങ്ങനെ ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു നമുക്ക് സ്റ്റാർട്ടിങ് ഇങ്ങനെ ഇപ്പൊ ഒരു ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, ഇതിനെ പറ്റി കൂടുതൽ സിനിമ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു സ്പാർക്ക് കിട്ടണമല്ലോ. ചേട്ടൻ ആ സ്പാർക്ക് എന്തായിരുന്നു? അതെ, നമ്മൾ സബ്ജക്റ്റുകൾ ആലോചിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പം എൻ്റെ കഴിഞ്ഞ ഫിലിം അതിനകത്ത് സീരിയൽ കില്ലിങ്ങിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. അപ്പൊ അത് അതുപോലെ നെക്സ്റ്റ് എന്താണ് നമുക്കൊരു ക്രൈം ത്രില്ലർ ഫിലിം എന്ത് ജോണർ പിക്കാം, അല്ലെങ്കിൽ ഇതുവരെ ഇത് പറയാത്ത എന്ത് സാധനം ചെയ്യാന്നുള്ളത് നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ അധികം അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, ഈ ഡാർക്ക് വെബ് എന്നുള്ള കോൺസെപ്റ്റിലെടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ ട്രെയിലറിന് ശേഷം 2-3 പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് ഡാർക്ക് വെബിലെ ഏത് സെക്ഷൻ ഏതാണ് നിങ്ങൾ എടുക്കുന്നതെന്ന്. ഇപ്പൊ പുതിയ ഒരുപാട് സിനിമകൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസന്റ് കണ്ടീഷൻ ഞങ്ങളിത് വളരെ മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച സിനിമയാണ്. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയത് ഇതിലുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് എന്നോട് റിപ്പീറ്റേഷൻ വരാതിരിക്കാം. അപ്പൊ ഞാനത് എനിക്ക് അതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ എവിടേക്കാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഡോണിനോട് സംസാരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ സമയമായി.
അപ്പം മൂവി റിലീസിന്റെ ഡേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഓഡിയൻസിനോട്. ഫെബ്രുവരി 13 റിലീസ്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഫിലിം. അതിൻ്റെ വിഷ്വലും അതിൻ്റെ സൗണ്ട്സും VFX എല്ലാം തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഇങ്ങനത്തെ ഫിലിംസിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത ഒരു ഇത്രയും ന്യൂ കമേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ജോണർ ആയിരിക്കും. എന്താണെങ്കിലും നിങ്ങൾക്ക് അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. ബാക്കിയെല്ലാം കണ്ടിട്ട് പറയണം. ഓക്കെ. അപ്പം ഷാജി ചേട്ടാ ആ ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നയന എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. ആരും OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട്. ഇത് തിയേറ്ററിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ട്രെയിലർ തന്നെ ഞങ്ങൾ ലോഞ്ചിന്റെ സമയത്ത് കണ്ടതും അത് ഫോണിൽ കാണുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക. Feb 13 യെസ്. താങ്ക് യു. ഓക്കെ. താങ്ക് യു.